ബാലാവകാശ കമ്മീഷൻ്റെ സിറ്റിങ്ങിലാണ് സ്കൂൾ അധികൃതരിയ്ക്കുന്നത്. ഈ കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുകയാണല്ലോ. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു പ്രാഥമിക അന്വേഷണവും കൂടാതെ പ്രത്യക്ഷത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അനധികൃതമായിട്ടാണ് സ്കൂൾ ഷെഡ് നിർമ്മിച്ചത് എന്നുള്ളതും വസ്തുതയാണ്. കാരണം ഒരു തരത്തിലുള്ള അനുമതിയും പഞ്ചായത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ അനുമതി കൂടാതെ ഏകപക്ഷീയമായി ലോ ടെൻഷൻ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നതിന് തൊട്ട് താഴെ 1 മീറ്റർ പോലും വ്യത്യാസമില്ലാതെ തകര ഷീറ്റിട്ട് ഒരു സൈക്കിൾ സ്റ്റാൻഡ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്, ചട്ടലംഘനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഷെഡ് നിർമ്മിച്ചത് ഒരു പെർമിറ്റും വാങ്ങിയിട്ടല്ല. മാത്രവുമല്ല, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇലക്ട്രിസിറ്റി ലൈന് തൊട്ട് താഴെ 1 മീറ്റർ പോലും ദൂരവ്യത്യാസം കൂടാതെ അത്തരത്തിലൊരു ഷെഡ് നിർമ്മിക്കുക എന്ന് പറയാം. ഇലക്ട്രിസിറ്റി ബോർഡിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സ്കൂൾ മാനേജ്മെൻറ്റിനും ഇലക്ട്രിസിറ്റി ബോർഡിനും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് സമഗ്രമായിട്ടുള്ള അന്വേഷണം പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണം. വിദ്യാഭ്യാസ മന്ത്രി ഈ സ്ഥലം സന്ദർശിക്കണം. സന്ദർശിച്ചാൽ നിജസ്ഥിതി നേരിൽ ബോധ്യപ്പെടും. MV ഗോവിന്ദന് സമയമുണ്ടെങ്കിൽ MV ഗോവിന്ദനും ഇതൊന്ന് കാണണം. കാരണം പരമപുച്ഛത്തോടും പരിഹാസത്തോടും കൂടി ജനകീയ പ്രതിഷേധങ്ങളെ ഇന്നലെ പുച്ഛിച്ചു തള്ളിയ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സാബ് MV ഗോവിന്ദൻ ഈ സ്ഥലമൊന്ന് വന്ന് കണ്ട് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് നിജസ്ഥിതി ബോധ്യപ്പെടും, ഗുരുതരമായ അനാസ്ഥ ബോധ്യപ്പെടും. ഇത് കണ്ടിരുന്നുവെങ്കിൽ ഇത്രയും പരിഹാസ ചുവയോടെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പരാമർശം MV ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നില്ല. ചിഞ്ചുറാണി ഇന്ന് കുട്ടിയുടെ ഭവനത്തിൽ വന്നുപോയി, അവരും ഈ സ്കൂളിലേക്ക് വന്നില്ല. സ്കൂൾ വന്ന് കണ്ടാൽ കുട്ടി വലിഞ്ഞു കയറിയതാണോ, ആരുടെ ഭാഗത്തെ വീഴ്ചയാണ്, അനാസ്ഥയാണ് എന്ന് ചിഞ്ചുറാണിക്കും ബോധ്യപ്പെടുമായിരുന്നു. അവരും സ്കൂൾ സന്ദർശിക്കാൻ തയ്യാറാകുന്നില്ല. അവരെല്ലാം പുറത്തുനിന്ന് പരിഹാസ ചുവയോടുകൂടി ഈ പ്രതിഷേധ സമരങ്ങളെ അവഗണിക്കുകയും പുച്ഛിച്ചു തള്ളുകയുമാണ് ചെയ്യുന്നത്. അതല്ല വേണ്ടത്. പ്രത്യേകിച്ചും ഒരു ഇടത് ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് രൂപപ്പെടുന്ന ജനകീയ പ്രതിഷേധങ്ങളെ പരിഹസിച്ച് പുച്ഛിച്ചു തള്ളുന്നതിന് പകരം പ്രശ്നത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് സെൻസിറ്റീവായിട്ടുള്ളൊരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. അത് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല.